നമസ്കാരം. നീണ്ടകാലത്തെ യുദ്ധത്തിനൊടുവിലെ വെടിനിർത്തലിനു ശേഷം ഗാസയും ഹമാസും അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹമാസിന്റെ നേതൃനിരയിലേക്ക് ഒരു പുതിയ പേര് കൂടി ഉയർന്നു വരികയാണ്. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനായ മുഹമ്മദ് സിൻവാറിന്റേതാണ് ആ പേര്. ഗാസ പുനർനിർമ്മാണം വലിയൊരു ലക്ഷ്യമായി അവശേഷിക്കെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ അതിന്റെ പ്രധാന തന്ത്രജ്ഞനായി മുഹമ്മദ് സിൻവാർ മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 15 മാസം ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കങ്ങൾ 17,000-ത്തിലധികം ഹമാസ് അംഗങ്ങളുടെ ജീവനെടുത്തു. ആ സമയമൊക്കെയും മുഹമ്മദ് സിൻവാർ ഗ്രൂപ്പിനെ പുനർനിർമ്മിക്കുന്നതിലും ഗാസയുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒക്ടോബറിൽ സഹോദരൻ യഹിയുടെ മരണാന്തരമുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരിൽ നിഴൽ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സിൻവാർ 1975-ൽ ഖാൻ യൂണൂസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് പിറന്നു വീണത്. ഹമാസിന്റെ നേതൃത്വത്തിനുള്ളിൽ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തങ്ങളുടെ നേതാക്കളെ നിരന്തരം ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന് എളുപ്പമല്ലാതാക്കാൻ ഒരു ഗവേണിംഗ് കൗൺസിൽ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പ്രധാന നേതാവായി മുഹമ്മദ് മാറിയിരുന്നു. അടുത്തിടെ ഗാസ സിറ്റിയിൽ നടന്ന ബന്ദി കൈമാറ്റത്തിനിടെയാണ് മുഹമ്മദിന്റെ സ്വാധീനം ഏറെ ദൃശ്യമായത്. ഹമാസ് പോരാളികൾ യൂണിഫോമിൽ 4 ഇസ്രയേലി ബന്ദികളുമായി പലസ്തീൻ ചത്വരത്തിലൂടെ പരേഡ് നടത്തി. അനുകൂലികൾ ആഹ്ലാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന തുടർച്ചയായ സംഘർഷങ്ങൾക്കിടയിലും ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ലെന്നാണ് ഈ കൈമാറ്റം കാണിക്കുന്നതെന്ന് വിമർശകർ ഉന്നയിച്ചിരുന്നു. ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനത്തിന് അവർ സിൻവാറിനെ അതിരറ്റ് പ്രശംസിച്ചു. ഭക്ഷണവും മരുന്നും വാഗ്ദാനം ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ദുഃഖിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും മുഹമ്മദ് തന്റെ അനുയായികളോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മുഹമ്മദിന്റെ സമൂലമായ വീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരൻ യഹ്യയും ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീനും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ രൂപപ്പെടുത്തിയത്. 13-ാം വയസ്സിൽ തന്റെ സഹോദരന്റെ അറസ്റ്റിന് അദ്ദേഹം സാക്ഷിയായി. ഈ സംഭവം ഹമാസിനോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ശക്തിപ്പെടുത്തി. 1991-ൽ മുഹമ്മദിനെ തീവ്രവാദ പ്രവർത്തനം ആരോപിച്ച് 9 മാസത്തോളം ഇസ്രയേൽ പ്രതിരോധ സേന തടവിലിട്ടതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിനു കീഴിൽ പലസ്തീൻ സുരക്ഷാ സേനയുടെ തടങ്കലിൽ കഴിഞ്ഞതുൾപ്പെടെ 1990-കളിൽ അദ്ദേഹം മൊത്തം 3 വർഷം കസ്റ്റഡിയിൽ ചിലവഴിച്ചു. 2006-ൽ ഇസ്രയേൽ സൈനികർ ഗിലാദ് ഷാലിത്തിനെ പിടികൂടിയ റെയ്ഡിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് മുഹമ്മദ് സിൻവാർ ഹമാസിൽ അറിയപ്പെടുന്നത്. ഈ ഓപ്പറേഷനൊടുവിൽ 2011-ൽ പലസ്തീൻ തടവുകാരെ മോചനത്തിലേക്ക് നയിച്ചു. വർഷങ്ങളോളം മുഹമ്മദ് തന്റെ സഹോദരന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി തുടർന്നു. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് മാരകമായ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇതിൽ 1200-ലധികം ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വം ഏറെക്കുറെ രഹസ്യമായി തുടർന്നു. എന്നാൽ ഹമാസിനുള്ളിലെ ഉയർന്ന അദ്ദേഹത്തെ ഒരു പ്രധാന വ്യക്തിയാക്കി തന്നെ മാറ്റുകയായിരുന്നു. യഹ്യ സിൻവാറിന്റെ സഹോദരൻ എന്നതും ഗാസയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഏറ്റിയതായി ഇസ്രയേലിന്റെ തീവ്രവാദ വിരുദ്ധ വിദഗ്ധർ കോളിൻ ക്ലാർക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ സഹോദരൻ കാരണം ഗാസയിൽ വളരെ അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ബ്രാൻഡാണ് ഇയാളെന്നും അതിനാൽ ഹമാസ് അത് ഉപയോഗിക്കുമെന്ന് ഉറപ്പാണെന്നും ക്ലാർക്ക് എടുത്തു പറയുന്നുണ്ട്.